നമസ്കാരം. നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അയോധ്യയിൽ ഒരു പ്രധാനപ്പെട്ട പൂജയിൽ പങ്കെടുക്കുന്നതാണ്. ദ്രൗപദി മുർമു മാത്രമല്ല, നമ്മുടെ മലയാളിയായിട്ടുള്ള മാതാ അമൃതാനന്ദമയ്യുണ്ട്. ഞാൻ എന്തിനാണിത് നിങ്ങളെ കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുൻപ് അവിടെ പ്രാണപ്രതിഷ്ഠ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്നു ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നത്. ആ സമയത്ത് ദ്രൗപദി മുർമുവിനെ വിളിച്ചില്ല, അവർ പിന്നോക്ക ജാതി ആയതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് ഒരു ആവശ്യവുമില്ലാതെ ഇവിടെ കുറേ വിവാദവും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. ഡൽഹിക്ക് പുറത്ത് പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും കൂടെ ഒരുമിച്ച് പങ്കെടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പാടില്ല എന്ന് പ്രോട്ടോക്കോൾ ഉള്ളതാണ്. ഡൽഹിയിലൊക്കെയാണ്, പാർലമെൻറ്റിലോ അല്ലെങ്കിൽ രാഷ്ട്രപതി ഭവനിലോ ഒക്കെ വെച്ച് രണ്ടുപേർക്കും ഒന്നിച്ചൊരു പരിപാടിയിലൊക്കെ പങ്കെടുക്കാം. പക്ഷേ ഡൽഹിക്ക് പുറത്ത് വെച്ച് പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല എന്നാണ് പ്രോട്ടോക്കോൾ നിന്ന്. അതനുസരിച്ചായിരിക്കാം അങ്ങനെ ചെയ്തത്. ഇന്നിപ്പോൾ അവർ പിന്നോക്കക്കാരായതുകൊണ്ട് അവരെ കയറ്റാത്ത ഈ രാമക്ഷേത്രമാണ് എന്നൊക്കെ എന്ന് വരെ പിതൃശൂന്യത പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. കമ്മികളും സുഡാപ്പികളും അടക്കമുള്ളവർ. അവരിന്ന് കാണുന്നത് എന്താണ്? അതേ ദ്രൗപദി മുർമു അയോധ്യയിൽ ഈ ചടങ്ങ് നിർവഹിക്കുന്നതാണ്. ഒപ്പം മറ്റൊരു പിന്നോക്കക്കാരിയായിട്ടുള്ള മാതാ അമൃതാനന്ദമയി ധീവര സമുദായ അംഗവുമാണ്, അതും പിന്നോക്കമാണ്. അപ്പോൾ ഈ രണ്ടുപേരും ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈദരാബാദിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട പൂജയിൽ പങ്കെടുക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് കേരളത്തിൽ നടക്കുന്നു നോക്കുക. BJPയുടെ സഖ്യത്തിലുണ്ടായിരുന്ന CK ജാനു സീറ്റ് കിട്ടി MLA ആയി. ഇനി UDF അധികാരത്തിൽ വന്നാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ ഒരു മന്ത്രി വേണം, അത് സംവരണമാണ്. അപ്പോൾ അങ്ങനെ ആവാം എന്ന ധാരണയിലാണ് അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ അവർക്ക് അവിടെ സീറ്റ് കൊടുത്തില്ല. എന്തേ? സംവരണ മണ്ഡലം മാത്രമേ കൊടുക്കൂ. എന്തുകൊണ്ട് ജനറൽ മണ്ഡലം കൊടുക്കുന്നില്ല? കൊടുക്കില്ല. കൊടുക്കാനായിട്ട് BJP അല്ലല്ലോ, കോൺഗ്രസ്. ഇനി മറ്റൊരാളുണ്ട്, സണ്ണി എം കാപ്പിക്കാട്. വൈക്കം മണ്ഡലത്തിലെ പുള്ളിയാണ് സ്ഥാനാർത്ഥി എന്നൊക്കെയാണ് നേരത്തെ VD സതീശൻ നേരത്തെ വാഗ്ദാനം കൊടുത്തിരുന്നത്രേ. അതിനായിട്ട് കച്ച കെട്ടുകയും ചെയ്തു. ഒടുക്കം അയാൾക്ക് സീറ്റില്ല. അയാൾക്ക് സീറ്റില്ലാത്ത കാര്യം പറഞ്ഞു വരുമ്പോൾ കോൺഗ്രസ് പറയും പകരം നിൽക്കുന്ന ആളും ഒരു പിന്നോക്കക്കാരനാണ്. സംവരണ മണ്ഡലത്തിൽ പിന്നോക്കക്കാരനെ അല്ലാതെ പിന്നെ മുന്നോക്കക്കാരനെ കൊണ്ട് നിർത്താൻ പറ്റുമോ? ചോദ്യം ഇതാണ്. അയാൾക്ക് വൈക്കം കൊടുത്തില്ല, നിങ്ങൾ എന്തുകൊണ്ട് വേറൊരു സീറ്റ് കൊടുത്തില്ല? അത് ജനറൽ വാർഡാണല്ലോ, അതിൽ ഈ പിന്നോക്കക്കാരനെ കൊടുക്കാൻ പറ്റില്ലല്ലോ അല്ലേ? നിങ്ങൾക്കൊരിക്കലും BJP ആവാൻ പറ്റില്ല. BJP ചെയ്യാറുണ്ട്. സംവരണ മണ്ഡലത്തിലോ സംവരണ വാർഡോ അല്ലാത്ത ജനറൽ വാർഡോ ജനറൽ സീറ്റോ ആവട്ടെ, അവർ ഇതുപോലെ ഈ പിന്നോക്കക്കാരായിട്ടുള്ളവരെ മത്സരിപ്പിക്കുകയും ചെയ്യും, ജയിപ്പിക്കുകയും ചെയ്യും. കേരളത്തിന് വെളിയിൽ അങ്ങനെ നിരവധി അവർക്ക് കാണിക്കാനായിട്ടുള്ള ഉദാഹരണങ്ങളുണ്ട്. പക്ഷേ ഈ ഇടതുപക്ഷവും വലതുപക്ഷവും വലിയ ദളിത് സ്നേഹമൊക്കെ പറയുമെങ്കിലും സംവരണ മണ്ഡലത്തിലെ സീറ്റ് മറ്റാർക്കും മത്സരിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം ഗതികേട് കൊണ്ട് അവർ കൊടുക്കുന്നതാണ്. അല്ലാതെ ജനറലായിട്ട് ആർക്കും മത്സരിക്കാവുന്ന ഒരു സീറ്റ് ഇവർക്ക് കൊടുക്കില്ല. അതുപോലും ഇത്തവണ CK ജാനുവിനും സീറ്റ് കൊടുത്തില്ല. പറഞ്ഞു കൊതിപ്പിച്ചിട്ട് ഈ സണ്ണി എം കാപ്പിക്കാട് എന്ന് പറഞ്ഞ വ്യക്തിക്കും കൊടുത്തില്ല. കൊച്ചു കേരളത്തിൽ, നവോത്ഥാന കേരളത്തിൽ ഇങ്ങനെ അവഗണനകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിൽ ഇന്ത്യയുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമുവും അതേപോലെ തന്നെ മാതാ അമൃതാനന്ദമയി എന്ന പിന്നോക്കക്കാരിയും കൂടെ പ്രധാനപ്പെട്ട ഒരു പൂജയിൽ പങ്കെടുക്കുന്ന കാഴ്ച, ദൃശ്യങ്ങൾ. ഇനി പറയൂ, ആരാണ് യഥാർത്ഥത്തിലുള്ള ദളിതരുടെ ഒപ്പം നിൽക്കുന്നത്, അവരെ ചേർത്ത് പിടിക്കുന്നത്? ഒരു സംശയം വേണ്ട, അത് BJP മാത്രമാണ്.